മൂന്നാറിൽ വഴിയോര വിൽപ്പനശാലകൾ ഒഴിപ്പിക്കപ്പെട്ടതോടെ മൂന്നാർ നഗര സ്വദേശിയായ സുന്ദറിന്റെ ജീവിതം വഴിമുട്ടി. ഇരുവൃക്കുകളും തകരാറിലായ സുന്ദർ വഴിയോര വിൽപ്പനശാലയിൽ നിന്ന് ലഭിച്ചിരുന്ന വരുമാനത്തിലൂടെയായിരുന്നു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയത്. വഴിയോര വിൽപ്പനശാല ഇല്ലാതായതോടെ സുന്ദറിന്റെ വരുമാനവും നിലച്ചു. മൂന്നാർ കോളനി സ്വദേശിയായ സുന്ദർ മുമ്പ് ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഇതിനിടെയാണ് രോഗബാധിതനായത്. പിന്നീട് പഴയ മൂന്നാറിൽ വഴിയോര വിൽപ്പനശാല സ്ഥാപിച്ചു. ഇവിടെ നിന്നുള്ള വരുമാനമായിരുന്നു കുടുംബച്ചെലവിനും ചികിത്സാ ചെലവിനും ആശ്രയമായി ഉണ്ടായിരുന്നത്. എന്നാൽ മൂന്നാറിലെ വഴിയോര വിൽപ്പനശാലകൾ ഒഴിപ്പിക്കപ്പെട്ടതോടെ സുന്ദറിന്റെ കടയും പൊളിച്ചു നീക്കി. ഇതോടെ വരുമാനം നഷ്ടമായി. ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിൽ പകച്ചു നിൽക്കുകയാണ് സുന്ദർ. டாக்ஸி டிரைவராக இருந்து தொழில் செஞ்சுட்டு இருக்கும்போது எனக்கு உடல்நிலை 2 கிட்னியும் போய் நான் இப்போ வாரத்தில் 3 நாள் அடிவாடி ஹாஸ்பிட்டலில் ட்ரீட்மெண்ட் போயிட்டுருக்கேன். எனக்கு செலவுக்கு இந்த சின்ன ஒரு பித்தி கடை போட்டு தான் நான் அந்த வாழ்வாதாரம் நடத்திட்டு இருந்தேன். இப்போ அதுவும் போயிடுச்சு. ரொம்ப கஷ்டம். வேறு எனக்கு எந்த ஒரு வழியும் கிடையாது. என் மகன் ஒரு மகன் படிச்சுட்டு இருக்காப்புல. வீட்டில் ஒய்ஃபுக்கு வேலை வாய்ப்பே இல்லை. செலவுக்கு ரொம்ப கஷ்டமாக இருக்குது. என்ன செய்யணும்னு தெரியலை. கவர்மெண்டாக பார்த்து பஞ்சாயத்து பார்த்து ஏதோ ஒரு சின்ன ஒரு ஹெல்ப் பண்ணால் ரொம்ப நல்லா இருக்கும். ഇരുവൃക്കുകളും തകരാറിലായതോടെ സുന്ദറിന് ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് നടത്തേണ്ടതായുണ്ട്. വരുമാനം നിലച്ചതോടെ ആശുപത്രിയിൽ പോകുന്നതിനുള്ള പണം പോലും കണ്ടെത്താൻ മാർഗമില്ലാതായെന്ന് സുന്ദർ പറയുന്നു. രോഗബാധ മൂലം ജീവിതത്തിൽ പകച്ചുപോയ തങ്ങൾക്കുണ്ടായിരുന്ന വരുമാനമാർഗം കൂടി വഴിയടഞ്ഞതോടെ ജീവിതം ഇരുളടഞ്ഞ നിലയിലാണ്. ബന്ധപ്പെട്ടവർ ഇടപെട്ട് ജീവിതത്തിൽ മുമ്പോട്ടു പോകുവാനുള്ള വഴിയൊരുക്കി നൽകണമെന്നാണ് സുന്ദറിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.